ഹായ്. ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ വീട്ടിൽ സാറ്റർഡേ ഇരിക്കാണ്ട് പുറത്തിങ്ങനെ തെണ്ടലാണ് പരിപാടി. എണീച്ച് വന്ന് മുഖം പോലും കഴുകിയിട്ടില്ല. വിശന്നുകൊണ്ട് പോയി ബ്രഷ് ചെയ്ത് അപ്പോൾ വിചാരിക്കും മുഖം കഴുകി. ഇല്ല, വായ് മാത്രം കഴുകിയിട്ട് പോയി ഫുഡ് കഴിച്ച് വന്നേക്കാണ്. അപ്പോൾ പുറത്ത് പോകണം. മുഖം കഴുകി തുടങ്ങാം. മേക്കപ്പ് അല്ല, സ്കിൻ കെയർ. ഞാൻ ആക്ച്വലി കണ്ണൂരിൽ നിന്ന് വന്നിട്ട് വയനാട് വന്നിട്ട് ഇന്നേക്ക് 3 ദിവസമായി. ഈ 3 ദിവസം മുടിയും ചീന്തിയിട്ടില്ല, മുഖത്ത് ഒരു കുന്തോ അങ്ങനെയൊന്നും ചെയ്യാണ്ട് ഭയങ്കര മടിയായിരുന്നു. ഒന്നും അൺപാക്ക് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. നോക്കാം. അപ്പോൾ ഞാൻ മുഖം കഴുകി വരാം. ഓക്കെ, അപ്പോൾ മുഖം കഴുകി നമുക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ആദ്യം ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യാം. ഒരു ചെറിയൊരു ലെയർ മതി. കാര്യം ഞാൻ അതിൻ്റെ പുറത്തെന്തായാലും ലിപ്സ്റ്റിക് ഇടും. അത് കഴിഞ്ഞ് ടോണർ. സാധനം കുറേ കാലമായല്ലോ. സോ ഞാനിപ്പോൾ 2-3 ലെയർ ഇട്ടിട്ട് തീർത്ത് പുതിയ ബോട്ടിൽ വാങ്ങിക്കണം എന്നൊരാഗ്രഹമുണ്ട് എനിക്ക്. അതൊക്കെ ഉണ്ട്. ഒരു സാധനം കുറേ കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടിൽ ഇളഞ്ഞ് പുതിയത് മേടിക്കണം എന്നൊക്കെ എനിക്കുണ്ട്. കുറച്ച് സമയം അത് അബ്സർവ് ആകാൻ വെയിറ്റ് ചെയ്യുക. നമുക്ക് വൈറ്റമിൻ സി യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ആയിട്ടുള്ള ഈ ഒരു സ്പോട്ട്സ് കുറച്ച് ഇവിടെ ആയിട്ടുള്ള അതൊക്കെ ഇപ്പോൾ നോട്ട് ചെയ്ത് വെക്കാം. വ്യത്യാസം വരുന്നുണ്ടോയെന്ന് അറിയണമല്ലോ. 2 ലെയർ കൊടുക്കാൻ 7 ലെയർ എന്നൊക്കെയാണ് ചിലവരൊക്കെ പറയണത് വെക്കണം. 7 ലെയർ കൊടുക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷെ അത്രയും നേരമൊക്കെ എങ്ങനെ ഇരിക്കുക, പെട്ടെന്ന് തീർത്ത് പോകണമെന്നായിരിക്കുമ്പോൾ. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്കിനി വൈറ്റമിൻ സി ടോണർ പാഡ് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് സ്നെയിൽ മ്യൂസിനാണ് നെക്സ്റ്റ് സ്റ്റേജ്. കൈയൊക്കെ സ്ലിപ്പറി. മസാജ് ചെയ്ത് അബ്സർവ് ആകുന്നതുവരെ വെയിറ്റ് ചെയ്യാം. അടുത്തത് ലാസ്റ്റ് സ്റ്റേജ് അല്ല, ഇനി ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും വരും. അപ്പം സെറാവയുടെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. എന്ത് ചെയ്യുമ്പോഴും കഴുത്തിൻ്റെ ബാക്ക് കൂടി ചെയ്യുന്നത് നന്നായിരിക്കും. വെയിറ്റ് ചെയ്യുക, പക്ഷേ കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് പുറത്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പം ഈ ഒരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കൂടിപ്പോയോ ഇപ്പോൾ കാണുമ്പോൾ പഴത്തിനെ പോലെ ഉണ്ടല്ലോ. മച്ച് റെഡിയാക്കാം. ഇപ്പോൾ സൺസ്ക്രീൻ വരെയുള്ള സ്റ്റേജ് കഴിഞ്ഞു. ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ബാക്കി പരിപാടി ചെയ്യാം. അപ്പോൾ ഡ്രസ്സ് ചെയ്തു. ഇനി കുറച്ചുകൂടെ പരിപാടി. ഏത് ബ്ലഷ് യൂസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. ഇത് ആക്ച്വലി ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യാം.
ഇതാണ് യൂസ് ചെയ്യാൻ പോണേ. ഈ യൂസ് ചെയ്യേണ്ട കറക്റ്റ് മെത്തേഡൊന്നും അറിയില്ല, അങ്ങനെ യൂസ് ചെയ്യുന്നേ. അപ്പം ഇങ്ങനെ പിടിക്കാം. അത് തന്നെ കണ്ണിൻ്റെ മുകളിലൂടെ. ഓക്കെ ഡൺ. ഇനി ഇതിപ്പോൾ സൺസ്ക്രീനൊക്കെ തേക്കുമ്പോൾ മുഖത്തിങ്ങനെ ഒരു സ്റ്റിക്കി, ഇത് ഭയങ്കര സ്റ്റിക്കി അല്ല, സ്റ്റിൽ എനിക്ക് ആ ഒരു ഫീൽ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അതാണ് ഞാനിപ്പോൾ ഈ മാസിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റിനോട് അഡിക്റ്റായിപ്പോയി എന്ന് പറഞ്ഞത്. ഇത് അടിപൊളിയാണ് ആ ഒരു കാര്യത്തിൽ. കണ്ടോ, ഇതിപ്പോൾ തന്നെ അഴുക്ക് പിടിച്ചു. അവരതിൻ്റെ പാക്കിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമായിരുന്നു. ഈ ഷുഗറിൻ്റെതിനൊക്കെ പഫ് വെക്കാൻ വേറെ തന്നെ ഒരു ഏരിയ ഉണ്ട്. ഈ സാധനം ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് എവിടെയൊക്കെ ആയിരുന്നൊരു പിടുത്തം ഉണ്ടാവില്ല. ഐ ഗസ് എല്ലാ ഭാഗമായി. തിരിച്ചു വെക്കാം. നെക്സ്റ്റ് ലിപ്പ് ലൈനർ. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്പ് ലൈനറാണ്. സ്വിസ് ബ്യൂട്ടിയുടെ ഞാൻ അന്ന് വാങ്ങിയ ആ ഫ്ലോപ്പായി എന്ന് പറഞ്ഞ സാധനമാണ് ഇന്ന് യൂസ് ചെയ്യാൻ പോണത്. ഇച്ചിരി എടുക്കാം. ചിലപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ വേറൊരു സാധനം കൂടി. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ഐസ്. അത് ഐബ്രോ റെഡിയാക്കാം. ഐബ്രോ കുറേ ഭാഗത്ത് ഗ്യാപ്പ് ഉണ്ട്. അപ്പം നമ്മൾ ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട്, ഇതൊക്കെ പ്രൊഫഷണൽസ് ചെയ്യുന്ന പോലെ ഒന്നും അല്ല കേട്ടോ, നമുക്ക് തോന്നുന്ന പോലെ നമ്മൾ ചെയ്യാം, അങ്ങനെയൊക്കെയല്ലേ പഠിക്കുക. ഇത് ഇൻസൈറ്റിൻ്റെ ആണ്. ഇതിൻ്റെ അകത്ത് ബ്രഷും വരും, ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിലുള്ള സാധനവും വരും. പ്ലീസ് ഡോണ്ട് ജഡ്ജ് മീ. എനിക്കിതൊന്നും ഇടാൻ കറക്റ്റ് അറിയില്ല. ഞാൻ എനിക്ക് തോന്നുന്നത് പോലെ ഇടുന്നതാണ്. പെട്ടെന്ന് ബബിൾ ടീ കുടിക്കാനൊരാഗ്രഹം. ഇതിൻ്റെ അകത്തു നിന്നൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. അപ്പം ഞാൻ എൻ്റെ കാജലിനാണ് ഈ തപ്പിക്കൊണ്ട് നിൽക്കുന്നത്. കിട്ടി, മാർസിൻ്റെ കാജൽ. ഓക്കെ, നെക്സ്റ്റ് ഒരു ഐലൈനർ ഇടാം. ലാക്മേയുടെ ഒരു ഐലൈനർ. ഇത്ര മതി. സമയമില്ല, ഒരുപാട് ലേറ്റ്. അപ്പം ലിപ്സ്റ്റിക്ക് ഞാൻ പ്ലമ്മിൻ്റെ ഒരു ബ്രൗൺ കളറൂടെ ഇതിൻ്റെ പുറത്തിടുകയാണ്. എനിക്ക് ബ്രൗൺ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ ഡൺ. ഇനി മുടി ചീന്തിയിട്ട് 2-3 ദിവസമായി. മുടി ഭയങ്കര ഹെയർ ഫോളാണ്, അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. ആദ്യം ചീന്തുന്നതിന് മുന്നേ ഞാൻ മുടിയിലൊരു സിറം അപ്ലൈ ചെയ്യും. ഇതെൻ്റെ ബ്യൂട്ടീഷ്യൻ, അതായത് മുടി മുറിക്കുമ്പോൾ എപ്പം പറഞ്ഞിരുന്നതാണ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫ്രിസ്നെസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം കാണുന്നത് പോലെ ഒന്നുമല്ല, എൻ്റെ മുടി നല്ല പുല്ല് പോലെയായിരുന്നു. അപ്പം ഞാൻ ബൊട്ടോക്സ് ചെയ്ത് പിന്നെയാണ് കുറച്ചെങ്കിലും കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്ന കോലത്തിലായത്. ഹെയർ ഫോള് ഞാൻ കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച് ഒരുപാട് നിന്നതായിരുന്നു.
പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഡിസിനൊക്കെയും നിർത്തുമ്പോൾ ഇത് വീണ്ടും തുടങ്ങും. ആ മെഡിസിന് ഒരു ടാബ്ലറ്റും ഒരു ഡ്രോപ്സും ഉണ്ട്. അപ്പം ടാബ്ലറ്റിന് 1000 സംതിങ് ഉണ്ട്, ഡ്രോപ്സിനും ഒരു 700-800 റേഞ്ചിലുണ്ട്. ഒരു മന്തിലേക്കുള്ള മെഡിസിൻ ആലോചിച്ചൊക്കെ എത്ര ബഡ്ജറ്റ് പോവും. ഇതാണ് ഡോക്ടറിനെ കാണിച്ച് ഡോക്ടർ പറഞ്ഞേക്കുന്ന മെഡിസിനാണിത്. പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ, ഇത് ഡോക്ടർ പറഞ്ഞതാണ്. സോ ആരും അപ്ലൈ ചെയ്യരുത്. കാര്യം എൻ്റെ കോൺസെൻട്രേഷനൊക്കെ ഡിഫറൻസ് ഉണ്ട്. കോൺസെൻട്രേഷൻ അല്ല, സോറി, പെർസെൻറ്റേജ്. ജസ്റ്റ് ഞാൻ മുടി ചീന്തി തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്ക് ഒരു ലോഡ് പൊരിയാൻ തുടങ്ങി. കാണിച്ചു തരാം ലാസ്റ്റ്. ഓരോ നേരം വെച്ചിട്ട് ഇങ്ങനെ മുടി പോയി കഴിഞ്ഞാൽ എത്ര വേഗം എൻ്റെ മുടി മുഴുവൻ തീരുമെന്നറിയോ? ജസ്റ്റ് കിട്ടിയതാണ്, ജസ്റ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ എത്ര മുടികൾ പൊരിയാൻ കിടക്കുന്നു. നമുക്ക് മെഡിസിൻ അപ്ലൈ ചെയ്യാം. ഇത് ഏതെങ്കിലും ഒരു നേരമാണ്. ഞാൻ ഇന്ന് രാവിലെയാണ് ചെയ്യുന്നത്, കുറേ ദിവസമായില്ലേ ചെയ്യാത്ത. കുറച്ച് ഡ്രോപ്സ് അപ്ലൈ ചെയ്ത് നന്നായി മസാജ് ചെയ്ത് പിടിപ്പിക്കുക. ആദ്യം കൈകൊണ്ട് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് കൂടെ മസാജ് ചെയ്യാറുണ്ട്. ഇത് അടിപൊളിയാണ്. ഈ അടിപൊളി എന്ന് പറയുന്നതൊക്കെയും എൻ്റെ പേഴ്സണലി ആണ് കേട്ടോ. ഇതെല്ലാവരും യൂസ് ചെയ്ത അടിപൊളിയാണ്, എല്ലാവർക്കും അടിപൊളിയാണ് എന്നുള്ള, എനിക്കിത് അടിപൊളിയാണ്. ഐ റിപ്പീറ്റ്, എനിക്കിത് അടിപൊളിയാണ്. ഇനിസ്ട്രിയുടെ ടോണർ പാഡ് യൂസ് ചെയ്തിട്ട് ഇത് മാറിയ ആ പ്രോഡക്റ്റും എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് കയറും. വീണ്ടും മുടി വരുന്നു. ഒരു ഫൈനൽ ടച്ച്, ഒരു പെർഫ്യൂം. ഇത് പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്, സോ കൊണ്ട് നടക്കാം. വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റ് കിട്ടിയത്. അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ രാവിലെ ഉറങ്ങി എണീച്ച ലുക്ക് നിങ്ങൾ കണ്ടു. കഷ്ടപ്പെട്ട് ഒരു ലിപ്സ്റ്റിക്ക് വാരി തേച്ചു, അതാണ് ഉള്ളത്. വേറെ എക്സ്ട്രാ ഒന്നുമില്ല. കണ്ടല്ലോ അല്ലേ? അല്ല, സൺസ്ക്രീനും അതൊക്കെയോ വാരി തേച്ചിട്ടുണ്ട്. ഓക്കെ, സമ്മതിച്ചു. ഇതാണ് ഫൈനൽ ലുക്ക്. ബൈ.